നഗരത്തെ വിഴുങ്ങി ഒരു രാക്ഷസ കാട്ടുതീ. ജീവൻ രക്ഷിക്കാനായി ജനങ്ങളൊക്കെ തന്നെ കൂട്ടപലായനം ചെയ്യുന്ന കാഴ്ച. അത്യുഷ്ണത്തിന്റെ പിടിയിലുള്ള ഫ്രാൻസിലും സ്പെയിനിലുമാണ് രാക്ഷസ കാട്ടുതീകൾ നിയന്ത്രണാതീതമായി പടരുന്നത്. വിമാനങ്ങളിൽ നിന്നും വെള്ളവും അഗ്നിശമന ഉപാധികളും ചീറ്റിച്ച് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഊർജിതമാണ്. എന്നാൽ എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് തീ കൂടുതലിടങ്ങളിലേക്ക് പടരുന്നു. ഫ്രാൻസിന്റെ തെക്കുപടിഞ്ഞാറൻ മേഖല അങ്ങനെ അഗ്നിക്കടലായി മാറിയിരിക്കുകയാണ്. നിയന്ത്രണം വിട്ട് പടരുന്ന കാട്ടുതീ ബോഡോ നഗരത്തിന്റെ കവാടം വരെ എത്തിയതോടെ ലക്ഷക്കണക്കിന് ആളുകളെ ഒഴിപ്പിക്കുകയാണ് ഇപ്പോൾ അധികൃതർ. അഗ്നിശമന സേനയ്ക്കൊപ്പം കർഷകരും രംഗത്തിറക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. വെള്ളം നിറച്ച ടാങ്കുകളുമായി ട്രാക്ടറുകളുടെ ഒരു നീണ്ട നിര തന്നെ ഈ തീയണയ്ക്കാൻ പോകുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ കാണാൻ നമുക്ക് സാധിക്കും. ഏകദേശം 2.7 ലക്ഷം പേരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യം. നൂറുകണക്കിന് വീടുകൾ ഇതിനോടകം തന്നെ കത്തി നശിച്ചു. ഹൈവേകൾ അടച്ചിട്ടതോടെ റെയിൽ സർവീസുകളും നിർത്തിവെച്ചു. 2500 അഗ്നിശമന സേനാംഗങ്ങളും 1500-ലധികം സൈനികരും 1200-ഓളം പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഈ സംഭവ സ്ഥലത്ത് തീ നിയന്ത്രണ വിധേയമാക്കാൻ രാവും പകലും പോരാടുകയാണ്. എന്നാൽ ശക്തമായ കാറ്റും ഉയർന്ന താപനിലയും ഈ രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ദുഷ്കരമാക്കുന്നുണ്ട്. ഈ മാസം 22-നായിരുന്നു ഫ്രാൻസിലെ ജിറോണ്ടിൽ കാട്ടുതീ പൊട്ടിപ്പുറപ്പെട്ടത്. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ സ്പെയിനിലും വലിയ കാട്ടുതീ ഉണ്ടായി. 24-ാം തീയതി ദേശീയ അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിക്കേണ്ടി വന്നു. അതേസമയം മറ്റൊരാശങ്ക കൂടി ഉയരുന്നുണ്ട്. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ ഫ്രാൻസിൽ വീണ്ടും ഉഷ്ണതരംഗം ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. തീച്ചൂടിനെ തുടർന്നുണ്ടായ അതിശക്തമായ വരണ്ട വായുപ്രവാഹവും അതിനൊപ്പം രൂപപ്പെട്ട ഇടിമിന്നലും ചേർന്നുകൊണ്ട് ഫ്രാൻസിലെ ജിറോണ്ടിൽ തീ ഇടിമിന്നൽ കൊടുങ്കാറ്റ് എന്ന ഒരു പ്രതിഭാസം, അതായത് ഫയർ തണ്ടർ സ്റ്റോം എന്ന അപൂർവ പ്രതിഭാസം കൂടി ഉണ്ടായിരിക്കുന്നു. ഇതുകൂടാതെ ഈ വൻ തീപിടുത്തം പൈറോക്യുമുലോ നിംബസ് എന്ന അപൂർവ പ്രതിഭാസത്തിനും കാരണമായി എന്നാണ് വിദഗ്ധർ പറയുന്നത്. തീയുടെ ചൂടിൽ രൂപപ്പെടുന്ന ഭീമാകാരമായ അഗ്നിമേഘങ്ങൾ പുതിയ കാട്ടുതീകൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. ഫ്രാൻസിനൊപ്പം സ്പെയിനിലും ഇത്തരത്തിൽ കാട്ടുതീ രൂക്ഷമാണ്. ഇരു രാജ്യങ്ങളിലുമായി 3 ലക്ഷത്തിലധികം ആളുകളെ ഇതിനോടകം തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. യൂറോപ്പ് നേരിടുന്ന ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി ഈ കാട്ടുതീ മാറുമോ എന്ന ആശങ്ക ഇപ്പോൾ ലോകത്തിനുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.